കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗവർണർ വിനായക ചതുർത്ഥി മംഗളദീപവും പ്രകാശിപ്പിച്ചു. മള്ളിയൂരിലെ വിനായക ചതുർത്ഥി വിശേഷങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തായാലും ഉത്സവ ലഹരിയാണ്. അതോടൊപ്പം തന്നെ ഭക്തി നിർഭരമായ കാഴ്ചകളാണ് എങ്ങുമുള്ളത്. എല്ലായിടങ്ങളും ഗണേശ മന്ത്രധ്വനികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നാളെയാണ്. 10,008 തേങ്ങയുടെ നാളികേരത്തിൻ്റെ ഗണപതി ഹോമമാണ് നടക്കുക. എന്തായാലും ആ ഗണപതി ഹോമത്തിന് നേതൃത്വം നൽകുന്ന മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി തന്നെ ഈ സമയത്ത് നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും ഏറ്റവും വിശിഷ്ടമായ ഒരു സമയത്തേക്ക് നീങ്ങുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്, ഒരു വലിയ ഭക്തജന സഞ്ചയം എത്തുന്നു. നാളത്തെ ഒരു ചടങ്ങുകളൊന്ന് എങ്ങനെയൊക്കെയെന്ന് പറയുന്നു. നാളെ രാവിലെ 4 മണിക്ക് നട തുറക്കുന്നതാണ്. പൂജകൾ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗണപതി ഹോമമാണ് നടക്കുന്നത്. 10,008 നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമമാണ് സർവശ്രേയസ്സിനുമായി നമ്മൾ നടത്തുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും വഴിപാടായി സ്വീകരിച്ചിരിക്കുന്ന ആ മഹാഗണപതി ഹോമം വളരെ വിപുലമായ രീതിയിൽ നടത്താൻ മഹാഗണപതിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഭംഗിയായി നടക്കാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് മഹാഗണപതിയിൽ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഇവിടെ ഒരു ധന്യമായ മുഹൂർത്തമാണ്. നമ്മുടെ കേരള ഗവർണർ അർലോക്കർ അദ്ദേഹം ഇവിടെ വരികയും ആ മള്ളിയൂർ മഹാഗണപതിയെ ദർശിക്കുകയും നമ്മുടെ ഇല്ലത്ത് വന്ന് അദ്ദേഹത്തിനുണ്ടായ ഭാഗ്യത്തെപ്പറ്റി അദ്ദേഹം വളരെ ആനന്ദത്തോടുകൂടി പറയുകയുണ്ടായി. ആ ഒരു ആനന്ദം തന്നെയാണ് ഏറ്റവും വലുത്. അങ്ങനെയുള്ള മഹാത്മാക്കൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ചൈതന്യം, അതൊക്കെയാണ് മള്ളിയൂർ ഗണപതിയിലെ എല്ലാവിധ സർവശ്രേയസ്സിനും കാരണം. മഹാഗണപതിയുടെയും ഞങ്ങളുടെയും ഒക്കെ വലിയ വലിയ മഹാത്മാക്കൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ധന്യമായ മുഹൂർത്തം, അത് തന്നെയാണ് വേണ്ടത്. നാളെ മഹാഗണപതി നടക്കുന്നു, അതുപോലെ ഗജപൂജ നടക്കുന്നു, അതുപോലെ മേളപ്രമാണിമാർ എത്തിച്ചേരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയൊരു മഹോത്സവമാണ് നാളെ ഇവിടെ നടക്കുന്നത്. എല്ലാം ഭംഗിയായി നടക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കൂടെ എല്ലാവരും പ്രാർത്ഥിച്ച് ഭംഗിയാകാൻ പ്രാർത്ഥിക്കുക. നാരായണ. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഉത്സവ ലഹരിയിലാണ്. നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഗജപൂജ അടക്കമുള്ള ചടങ്ങുകളുണ്ട്. അതോടൊപ്പം തന്നെ മേളപ്രമാണിമാരൊക്കെ തന്നെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേളപ്രമാണിമാരൊക്കെ തന്നെയാണ് മള്ളിയൂർ ശ്രീ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നാളത്തെ ഒരു പ്രധാന മേളം? അതോടൊപ്പം തന്നെ പ്രധാന ഗജവീരന്മാരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ. നാളെ ഒരു 10:30 ഗജപൂജ ആനയോട്ട് വെച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മഹാഗണപതി ഹോമം ദർശനം കഴിഞ്ഞാൽ ഉടനെ എഴുന്നള്ളിപ്പുകൾ, ശിവേലി, വിളക്ക് മുതലായവ ആരംഭിക്കും. പ്രധാനമായിട്ടും ഗുരുവായൂർ ദേവസ്ഥൻ്റെ ഇന്ദ്രസൻ, പിന്നെ പ്രശസ്ത ഒരു ഗജവീരനായിട്ടുള്ള ചിറക്കൽ കാളിദാസൻ അടക്കമുള്ള 12ഓളം ഗജവീരന്മാരാണ് ഗജപൂജയ്ക്കും ആനയൂട്ടിനും തുടർന്നുള്ള എഴുന്നള്ളിപ്പിനും പങ്കെടുക്കാൻ എത്തുന്നത്. ഗണപതിക്കും ഭഗവതിക്കും ഒരേ പ്രാധാന്യത്തോടെയുള്ള എഴുന്നള്ളിപ്പാണ്. അതിനോടനുബന്ധിച്ച് പത്മശ്രീ പെരുവനംകുട്ടം മാരാർ അദ്ദേഹത്തിൻ്റെയും വൈകിട്ട് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെയും പഞ്ചാരിമേളവും പാണ്ഡ്യമേളവും ഇതിനകമ്പടിയാവും. പിന്നീട് കുടമാറ്റമുണ്ട്. ഇതൊക്കെയാണ് പ്രധാന വിശേഷങ്ങൾ. ഈ മലയാളക്കരയിലെ ഉത്സവങ്ങൾക്കൊരു തുടക്കം, അല്ലെങ്കിൽ ആ ഒരു വലിയ ആഘോഷത്തിലേക്ക് ഇനി ഒരു വർഷം കടക്കുകയാണ്. ആ ഒരു ആഘോഷങ്ങൾക്കൊരു തുടക്കം കൂടിയല്ലേ? അതെ. ചിങ്ങമാസത്തിൽ വർഷങ്ങളായിട്ടും ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഉത്സവമാണ്. അതിവിടെ നിന്നാണ്. ഇപ്പോൾ ഗജവീരന്മാർക്കാണെങ്കിലും മേളപ്രമാണികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇവിടെ നിന്നാണ് തുടക്കം പറയുന്നത്. അപ്പോൾ അവർക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം. ഗണപതിയും തുടങ്ങാമെന്നാണല്ലോ പറയുക. അപ്പോൾ എല്ലാവർക്കും അതൊരു വലിയ സന്തോഷമാണ്. ഞങ്ങളും പരമാവധി എല്ലാവർക്കും അവസരം കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് എല്ലാവരും. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും നാളെ പുലർച്ചെ മുതൽ തന്നെ ചടങ്ങുകളുണ്ടാകും. വലിയ നിയന്ത്രണങ്ങളടക്കം വലിയൊരു ഭക്തജന പ്രവാഹം ഈ ഗണപതിയുടെ ഈ സന്നിധിയിലേക്ക്, മള്ളിയൂർ ഗണപതിയുടെ ഈ സന്നിധിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്. മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിക്കുള്ള ആഘോഷങ്ങളൊക്കെ പൂർണ്ണമായിരിക്കുകയാണ്. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.